ഐ എം രേഷ്മ. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാനൊരു ബികോം ഗ്രാജുവേറ്റ് ആണ്. പിന്നെ എനിക്ക് 6 years എക്സ്പീരിയൻസ് ഉണ്ട് ഫാർമസിസ്റ്റായിട്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. സോ ഐ തോട്ട് ടു സ്വിച്ച് മൈ കരിയർ ഡിഫറെൻറ്റ് ഫീൽഡിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ എനിക്കൊരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞാൽ മെഡിക്കൽ കോഡിങ്ങിലോട്ടാണ് എൻറോൾ ചെയ്യാൻ വിചാരിച്ചത്. അക്കാഡമി തോട്ട് ഫ്ലോസ് ആണ്, കൊച്ചിയിലുള്ള തോട്ട് ഫ്ലോസ് അക്കാഡമി, വൺ ഓഫ് ദ ബെസ്റ്റ് അക്കാഡമിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ സാധ്യതയെ കുറിച്ച് ഞാൻ അറിഞ്ഞ് അതിലോട്ട് പോയത്. അപ്പോഴാണ് അവിടെ HR നമുക്ക് പറഞ്ഞത് പുതിയൊരു കോഴ്സ് എൻറോൾ ആവുന്നുണ്ട്, SCST, അതായത് ഹോം കെയർ കോഡിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അതിൻ്റെ സാധ്യതയെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് കോഴ്സാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ച് ആയിരിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫസ്റ്റ് ബാച്ച് ആയിരിക്കും. അതിലോട്ട് അവിടെ എൻറോൾ ചെയ്ത് സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എൻറോൾ ചെയ്തത്. അതിലോട്ട് വരാൻ സാധിച്ചതിൽ ഞാൻ ഇപ്പോൾ ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം മെഡിക്കൽ കോഡിങ്ങിലോട്ടാണ് പോയത്. പിന്നെ അത് സർട്ടിഫിക്കേഷൻ ഹോം കെയർ കോഡിംഗ് ആണ്, ഹോം കെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ട്യൂട്ടറായിട്ട് അശ്വിനി മാം ആണ്. മാം ഭയങ്കര പ്രൊഫഷണൽ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ആണ് അവിടെ തരുന്നത്. മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ശരി, ഭയങ്കര കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള മോക്ക് ടെസ്റ്റ്, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് തരും. അതുപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അത് പറയേണ്ടി വരും എന്തായാലും. കാരണം അത്രയ്ക്കും ഓരോ കാൻഡിഡേറ്റിന് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷനാണ്. ഞങ്ങളുടെ ബാച്ചിൽ ഒരു 13 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കോഴ്സ് ഞാൻ സർട്ടിഫിക്കേഷൻ ചെയ്തു, എനിക്ക് സർട്ടിഫൈഡ് ആയി. അത് എനിക്ക് 85% ഒരു പാസ്സാവാൻ പറ്റി. അത് ശരിക്കും ഹാർഡ് വർക്കിലൂടെ, പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗം അക്കാഡമിയിലോട്ട് എൻറോൾ ചെയ്തതൊക്കെ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം അവരുടെ ട്രെയിനിങ് ഇല്ലാതെ എനിക്ക് ഒരു പെർസെൻറ്റേജോടെ പാസ്സാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് കോഴ്സാണത്. അപ്പോൾ നമുക്ക് ആശങ്കയുണ്ടോ എങ്ങനെയാണ് അത് എടുക്കുന്നത്, എങ്ങനെയാണ് അതിന് സാധ്യതയാണ്. പക്ഷേ ഗോഡ് ഗ്രേസ്, ഫോർച്ചുനേറ്റ്ലി എനിക്ക് അതൊരു ജോലി കിട്ടി. അത് സിൻസിയറായിട്ട് ഒരു താങ്ക്ഫുള്ളാണ് ഞാൻ തോട്ട് ഫ്ലോസിന്. കാരണം അവരപ്പം തന്നെ വിത്തിൻ 2 weeksലാണ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ വിത്തിൻ 2 weeks എനിക്ക് എൻറോൾ ചെയ്യാൻ പറ്റി. ക്ലിനിക്കോൺ എന്നാണ് കമ്പനി, കൊച്ചി ബേസ്ഡ് ആണ് കമ്പനി. ഫിലിപ്പീൻസിലുണ്ട് 2 സ്ഥലത്തുണ്ട്. പക്ഷേ ഇവിടെ കൊച്ചിയിലാണ് എനിക്ക് വർക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ബാച്ചിൽ എല്ലാവർക്കും പാസ്സായ എല്ലാവർക്കും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അത് ഒരു സിൻസിയറായിട്ട് ഗോഡ് ഗ്രേസ് ആണ് ഇത്. പിന്നെ അതുപോലെ പിന്നെ ട്രെയിനിങ് സെക്ഷനൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ ഇരുന്നെങ്കിൽ നമുക്ക് ഈ അച്ചീവ്മെൻറ്റ് കിട്ടില്ല. സോ സിൻസിയർ താങ്ക്സ് ടു തോട്ട് ഫ്ലോസ് ആൻഡ് എൻ്റെ ക്രൂ, അത് എല്ലാ ടീമും, അത് ഈച്ച് ആൻഡ് എവ്രി വൺ. അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ HR മുതൽ പറയുകയാണെങ്കിൽ ഈ ഒരു കോഴ്സിലോട്ട് അവർ ഡിറക്റ്റ് ചെയ്തത്, ഞാനത് എടുക്കാൻ അതിനുള്ള കാരണം ശരിക്കും ദൈവാനുഗ്രഹമാണ്. എനിക്ക് ജോലിയും കിട്ടിയത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. സക്സസ് ഞാൻ തോട്ട് ഫ്ലോസിന് സമർപ്പിക്കുകയാണ്. താങ്ക് യു തോട്ട് ഫ്ലോസ് ഫോർ ദ സക്സസ്. താങ്ക് യു എൻജോയ് ടു